അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ വഅലാ ആലിഹി വസുഹാബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് നമ്മുടെ കൂടലും പിരിയലും പറയലും കേൾക്കലുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് കാലം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു താല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വാക്കുകളും ഏത് കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. പരിശുദ്ധമായിരിക്കുന്ന ഖുർആനും ഹദീത്തുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അനുദിനം നമ്മുടെ മുന്നിൽ ഇന്ന് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊരു വാക്ക് പറഞ്ഞോ ആ വാക്കിന് പിന്നെ മാറ്റമില്ല. ഒമാ യന്തിഖു അനിൽ ഹവ ഇൻഹുവ ഇല്ലാ വഹീ യൂഹ എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ഇവിടെ നമ്മോട് പറയണമെങ്കിൽ അത് വഹീ വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ തോന്നും. കാരണം ഒരു ചെറിയ സിം കാർഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മെമ്മറി കാർഡിൻ്റെ ഉള്ളിൽ ഒരു റൂമിൽ എഴുതി സൂക്ഷിക്കാൻ പറ്റാവുന്ന ഏടുകളിൽ സൂക്ഷിക്കുന്നത് മുഴുവനും ഈ ഒരു ചെറിയ കാര്യത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറും എന്ന് നമുക്ക് അറിഞ്ഞിരുന്നോ? ഇല്ല. എന്നാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും ഒക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ് മലക്കുകൾ, എന്നിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ പ്രത്യക്ഷപ്പെടുത്തും എന്നതാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങളൊക്കെ അക്കാലഘട്ടങ്ങളിൽ എന്തൊക്കെ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ടോ, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കൃത്യമായി ഇന്ന് നമ്മുടെ മുന്നിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. മാത്രവുമല്ല, കാര്യങ്ങളുടെ ഗൗരവം എന്ത് എന്ന് പഠിക്കുകയും വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബ, ഒരു കാലം ഇവിടെ കടന്നു വരാനുണ്ട്. അക്കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അക്കാലഘട്ടത്തിൽ ഒരു വർഷം പോകുന്നത് ഒരു മാസം പോകുന്നത് പോലെയാണ്. ഒരു മാസം പോകുന്നത് ഒരാഴ്ച പോകുന്നത് പോലെയാണ്. ഒരാഴ്ച പോകുന്നത് ഒരു ദിവസം പോകുന്നത് പോലെയാണ്. ഒരു ദിവസം പോകുന്നത് ഒരു മണിക്കൂർ പോകുന്നത് പോലെയാണ്. ഒരു മണിക്കൂർ പോകുന്നത് ഒരു മിനിറ്റ് പോകുന്നത് പോലെയാണ്. ഒരു മിനിറ്റ് പോകുന്നത് ഒരു സെക്കൻഡ് പോകുന്നത് പോലെയാണ്. ഈ രീതിയിലാണ് സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒന്നാണ്, ഒരടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രവുമല്ല പ്രിയമുള്ളവരെ, നമ്മൾ കൂടുതൽ നമുക്ക് ഈമാൻ പ്രോജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ വിശ്വാസം സുദൃഢമാക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ആത്യന്തികമായിരിക്കുന്ന ജീവിതം നാളെയുടെ പാരത്രിക ലോകത്താണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലും ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നത്. അപ്പോൾ സഹാബത്ത് ചോദിക്കും, എന്തേ ഉസ്മാനെ റളിയല്ലാഹു അൻഹു നിങ്ങൾ കരയുന്നത്? അന്ത ഫിൽ ജന്ന. നബി തങ്ങൾ പറഞ്ഞതാണല്ലോ, ഉസ്മാനും ഫിൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും ഭൗതിക ലോകത്ത് അള്ളാഹിൻ്റെ റസൂൽ അങ്ങേക്ക് തന്നിട്ടില്ലയോ? പിന്നെ എന്തിന് കരയണമെന്ന് ചോദിക്കുമ്പോൾ എത്ര വലിയ വേദനിപ്പിക്കുന്ന വാക്കാ പറഞ്ഞ്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അവൻ്റെ ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിൻ്റെ ആദ്യത്തെ വീട് ഖബറാണ്. അവിടെ ഒരമൻ നജാ ഫിൽ ഖബരി നജാ, ഖബറിൽ രക്ഷപ്പെട്ടാൽ എല്ലായിടത്തും രക്ഷപ്പെട്ടു. എന്തിനാണ്? ഈ വാക്കുകളായിരുന്നു ആ നാളെയുടെ പാരത്രിക ലോകത്ത് കടന്നു വരാൻ പോകുന്ന ജീവിതത്തിൻ്റെ വേദനകളിലായിരുന്നു അവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഒരിഞ്ഞുകിടക്കുന്ന മരുഭൂമിയിൽ ചെന്ന് നിൽക്കും. ആ മരുഭൂമിയിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഇലങ്ങനെ പൊട്ടിച്ച് കയ്യിലിങ്ങനെ പിടിക്കും, വാനലോകത്തേക്ക് ഉയർത്തിങ്ങനെ പിടിക്കും. എന്നിട്ട് പറയുമായിരുന്നു, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹു ഈ പാവപ്പെട്ട അബൂബക്കർ അവിടത്തേക്ക് ഇതാ ഒരു വിഷമം അറിയിക്കുകയാണ്. എന്താണ് ഈ വിഷമം എന്നറിയോ? ഈമാനുള്ളവർക്ക് ചിന്തിക്കാൻ വലിയ പാഠങ്ങളുണ്ട് ഇതിൽ. ഇതൊന്നും ചിന്തിക്കാത്ത ആളുകൾക്കല്ല ഇത് പാഠമുള്ളത്. എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്? അള്ളാഹുവേ, ഈ പാവപ്പെട്ട അബൂബക്കറിന് ഈ വൃക്ഷത്തിനെ പോലെ നീ പടച്ചിരുന്നുവെങ്കിൽ എത്ര വലിയ നന്നായിരുന്നു റബ്ബേ. ഞാൻ നാളെ നിന്റെ പാരത്രിക ലോകത്ത് വരുമ്പോൾ എല്ലാ ജീവജാലങ്ങളോടും എല്ലാത്തിനോടും അള്ളാഹു പറയും, കൂനു തുറാബ, നിങ്ങളൊക്കെ മണ്ണൈക്കോളിയും എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട അബൂബക്കറിനും അതിൽ പെടാമായിരുന്നല്ലോ എന്ന് വേദനിച്ചുകൊണ്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ.
ഇത് കേട്ടും കണ്ടും കൊണ്ടാണ് മുൻഗാമികളാകുന്ന മഹാരഥന്മാർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വഹാബി വര്യന്മാർ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പൊട്ടിക്കരഞ്ഞിരുന്നത് ഇത് ആലോചിച്ചുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ മുഴുവനും അന്വർത്ഥമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു നിസ്സാര കാര്യമല്ല, ഇത് ചെറുതായി കാണേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നടത്തത്തിലും ഇരുത്തത്തിലും അള്ളാഹ് എന്ന ചിന്തയിലേക്ക് കൂടുതൽ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന പരാജയങ്ങൾ എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്തിന് പൊട്ടിക്കരയുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തിന് പൊട്ടിക്കരയുന്നു? അവർക്ക് എത്ര വലിയ ഭാഗ്യവാന്മാരാണ് പ്രിയമുള്ളവരെ. അവരുടെ പ്രേരണ മുഖേന പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ ആയത്തുകളെ വരെ ഇറക്കിയിട്ടുണ്ട് എന്നല്ലേ പരിശുദ്ധ മുഫസ്സിരീങ്ങൾ, പ്രാമാണിക മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ഓരോന്നോരോന്നായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു നിസാരമാക്കി കാണേണ്ട വാക്കുകളല്ല. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ലാ നബിയ ബഅദി വലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് നബിയ എന്നല്ലേ ഹദീസിലുള്ളത്. ഇനി എൻ്റെ ശേഷം ഒരു പ്രവാചകൻ വരാനില്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കാണത്. അങ്ങനെ വലൗകാന ബഅദി നബിയുൻ, എൻ്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനുണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് നബിയ എന്നാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ നമ്മൾ. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിലൂടെ പിശാച് പോലും സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. മദീനയിൽ കുട്ടികൾ ഉറങ്ങാതെ വരുമ്പോൾ ഉമർ എന്ന പേര് കേൾക്കുമ്പോൾ ഭയപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തേ ഇതൊക്കെ കാരണങ്ങൾ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്രമേൽ പവിത്രമായ പദവിയും സ്ഥാനവും ബഹുമാനവും ആദരവും അല്ലാഹു നൽകിയിട്ട് സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് പോലും പ്രവാചകന്റെ അവിടുത്തെ ചുഞ്ചുണ്ടുകൊണ്ട് റിസാലത്തിൻ്റെ ലിസാനുകൊണ്ട് സാദിഖുൽ മസ്തൂഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ട് സ്വർഗപ്രവേശനം കിട്ടിയെന്ന് 100% ഉറപ്പ് വന്നിട്ട് പോലും ഭയപ്പാടിലൂടെ കടന്നുപോയില്ലേ അവർക്കില്ലാത്തപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഓഫർ പോലും കിട്ടിയിട്ട് അവർക്ക് പേടിയായിരുന്നു. കരച്ചലായിരുന്നു. ആയത്തുകൾ ഇറങ്ങുമ്പോൾ കരയുക, ഒഴിഞ്ഞിരുന്ന് കരയുക. ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത്? എന്താണ് ഇപ്പോൾ ആയത്തിൽ പറഞ്ഞത്? ഇതല്ലേ, നമ്മളത് അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് ഭയപ്പെടുക. ഉണ്ടാകൂല, നിങ്ങൾ സ്വർഗത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ ഹൃദയാന്തരങ്ങളിൽ പേടികളും വിഷമങ്ങളും ബേജാറുകളുമായി കടന്നു നീങ്ങുക. അതാണ് പ്രിയമുള്ളവരെ പഠിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അവരുടെ ജീവിത വിശുദ്ധിയും അവരുടെ ജീവിത പാഠവുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അടർത്തിയെടുക്കേണ്ടത്. അതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ കാണുന്നതിനെ മുഴുവനും, നന്മകളെ മുഴുവനും നിരാകരിക്കുക, നല്ല കാര്യങ്ങളെ മുഴുവനും നിഷേധിക്കുക, അതിനെ മുഴുവനും മോശമാക്കി കാണുക. ഈ രീതിയിലേക്ക് പോകുന്ന അവസ്ഥ, എല്ലാത്തിനെയും വിമർശിക്കുക. അതൊരു വിമർശകന്മാരായിട്ട് അവരാണ് വലിയ കാര്യം പറയുന്ന ആളുകൾ. ഇബ്ലീസും കാര്യം പറഞ്ഞത് തന്നെയാണ്. ഇബ്ലീസ് എന്താ ആദ്യമായിട്ട് ചോദിച്ചത്? കാര്യം പറഞ്ഞതല്ലേ. അന ഖൈറും ഖലഖതഹു മിൻ തീൻ വഖലഖതനി മിൻ നാർ. ഇബ്ലീസിനെ എവിടെ പഴിച്ചിട്ടുള്ളത്? ഇബ്ലീസ് പറഞ്ഞ വാക്കിന് എന്താ പഴവുള്ളത്? അതന്നെയല്ലേ എല്ലാവരും പറയും, ഞാനും കാര്യം പറയാണെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇബ്ലീസ് ആദ്യമായിട്ട് മലക്കുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസ് ആദ്യമായി ചോദിച്ചത് ഖലഖതഹു മിൻ തീൻ വഖലഖതനി മിൻ നാർ. എന്താണ് ന്യായക്കേടുള്ളത്? കാര്യം പറയുക എന്ന് പറയുന്നത് കാര്യമായിരിക്കണം. കാര്യം പറയേണ്ടത് പറയാ, പക്ഷേ പറയുന്നതിനൊരു മാന്യത ഉണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദ്യമായി പറഞ്ഞത് എന്താണ്? ഞാൻ കാര്യം പറയാണ്. എന്താ കാര്യം? അല്ലാഹു തആല മലക്കുകളോടൊക്കെ പറഞ്ഞ് സുജൂദ് ചെയ്യ്. മലക്കുകൾ തഹിയ്യത്തിന്റെ സുജൂദ് ചെയ്യാൻ, തഹ്നിയത്തിന്റെ സുജൂദ് ചെയ്യാൻ. അള്ളാഹു പറഞ്ഞ കാര്യമല്ലേ അവിടെ ഏറ്റവും വലിയ കാര്യം. പിന്നെ അതിനെന്തിന് ന്യായീകരിക്കണം? ആ ന്യായീകരണം കൊണ്ടല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ആട്ടപ്പെട്ടവനായി ഇന്നക്കല റജീം, പുറത്ത്. എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? കാര്യം പറഞ്ഞത് പറയാത്തത് കൊണ്ടാണോ? കാര്യം തന്നെ പറഞ്ഞത്. കാര്യം പറയുന്നിടത്തും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന പാഠമല്ലേ നമുക്ക് നൽകുന്നത്. എല്ലാ നന്മകളെയും വിമർശിക്കുക, എല്ലാ സന്തോഷകരമായ കാര്യങ്ങളെയും വിമർശിക്കുക. എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കൊതുവിൻ്റെ പരിപാടി എടുക്കുക, ഉറങ്ങുന്നവരെ സ്വീപ്പാക്കുകയും ചെയ്യുക. കൊതു ഇതന്നെയാണ് ഇവളും ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് മറ്റൊരുത്തൻ്റെ മേലിലേക്ക് എൻ്റെ വിരൽ ചൂണ്ടിയിട്ട് ഐബ് പറയാൻ നോക്കുമ്പോൾ നിന്റെ ഐബ് എന്താണ് എന്ന് നിനക്ക് പഠിക്കാൻ സാധിക്കണം.
ഇബ്ലീസ് പറഞ്ഞു, പടച്ചവനോട് ഞാനും ന്യായം പറയാണ്, റബ്ബേ ഖലഖ്തഹു മിൻ ദീൻ വ ഖലഖ്തനി മിൻ നാർ. എന്നെ പടച്ചത് പ്രകാശത്തിനാണ്, യാദ് നബിയെ പടച്ചത് മണ്ണിനാണ്. അന ഖൈറും മിൻഹു, ഞാനല്ലേ അവനേക്കാൾ അത്യുത്തമനായിട്ടുള്ളത്. എന്തേ തെറ്റുള്ളത് ആ ചോദ്യത്തിന്? പക്ഷേ തെറ്റില്ല എന്ന് പറയുന്നവർ ഇബ്ലീസിന്റെ അനുയായികളാണ്. തെറ്റുണ്ട് എന്ന് പറയുന്നത് 100% തെറ്റ് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അള്ളാഹു ആണ് പറയുന്നത് ചെയ്യൂ സുജൂദി എന്ന്. മലക്കുകൾ ഫസജദൽ മലായികത്തു കുല്ലുഹും, എല്ലാവരും സുജൂദ് ചെയ്ത് ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ കാന മിനൽ കാഫിരീൻ. എന്തുണ്ടായത്? അബാ വസ്തക്ബറ, അഹങ്കരിച്ചു, അതിന് മോട്ട് കാണിച്ചു, എതിര് കാണിച്ചു, അതിന് വിലങ്ങ് തടിയായി. ആ ചോദ്യമാണ് അവിടെ ചോദിക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ആളുകൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് അളക്കേണ്ടതല്ല, ചിലത് അദബ് കൊണ്ട് അളക്കേണ്ടതാണ്. അവിടെയാണ് മനുഷ്യന്റെ പരാജയം സംഭവിക്കുന്നത്. ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ അവനെങ്ങനെ നേരിടേണ്ട രീതി എന്തായിരുന്നു? ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബാണ് സുജൂദ് ചെയ്യാൻ പറയുന്നത്. ഞാൻ സുജൂദ് ചെയ്തോട്ടെ എന്ന ചിന്തയിലേക്കല്ലേ കടന്നു വരേണ്ടത്? അതേ സ്ഥാനത്ത് അതിനെ നിരാകരിച്ചു, അതിനെ നിസ്സാരവൽക്കരിച്ചു, അതിൻ്റെ തെളിവും അന്വേഷിച്ച് നടന്നു. ഈ രീതിയിലേക്ക് പോയപ്പോൾ വളരെ മോശകരമായ അവസ്ഥയിലേക്കല്ലേ പിന്നീട് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പ്രഖ്യാപിച്ചത്. ഇബാദത്തിന്റെ കുറവാണോ ഇബ്ലീസിന്? ഇൽമിന്റെ കുറവാണോ ഇബ്ലീസിന്? ഇബ്ലീസിനില്ലാത്ത എന്താ? എല്ലാം കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡ് കൊണ്ട് മോശമായി പോയത്? എൻ്റെ പ്രിയമുള്ളവരെ, കാര്യം പറയുന്നവരാണ് എന്ന് പറയുമ്പോൾ കാര്യമായി പറയേണ്ട അവസ്ഥ വേണം. പക്ഷേ ഒരുപക്ഷെ ചിലത് കാര്യമാണെങ്കിലും പറയാതിരിക്കുന്നതായിരിക്കും ഭൂഷണം. സാന്ദർഭോചിതമായി പറയേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയുടെ വാക്കുകൊണ്ട് അപകടങ്ങളിലേക്കാണ് ഈ വാക്ക് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ, പരിശുദ്ധമായിരിക്കുന്ന ഹദീസ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, സ്വഹാബത്തിന്റെ വാക്ക്, ഇങ്ങനെ ഈ രീതിയിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞത്, നടുവട്ട പ്രദേശത്തുള്ള ലഫ്ന ജാസിം എന്ന് പറയുന്ന 14 വയസ്സുള്ള പൊന്നുമോൾ ഒരു മാനസികമായ ചെറിയൊരു പ്രയാസത്തോടുകൂടെ ചില രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോളുടെ എല്ലാ അസുഖങ്ങളും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മളെ കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരേക്ക് അല്ലാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് بالحق والهادي إلى صراطك المستقيم حق قدره ومقداره العظيم وعلى آله وصحبه وسلم. أرحم الراحمين الملك الجبار يا خالق يا رازق يا الله. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വീകരിക്കണം റഹ്മാനെ. ഇൽമു നാഫിയാക്കണം റഹ്മാനെ. ഇൽമിന്റെ ഖാദിമീങ്ങളും ഇൽമിന്റെ മുഹിബ്ബീങ്ങളുമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കി തരണം തമ്പുരാനെ. ഒരുപാട് നല്ല സദുദ്ദേശങ്ങളുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരണം അല്ലാഹുവേ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കട്ടപ്പാടുകളും തിടുക്കങ്ങളും നൊമ്പരങ്ങളും വേദനകളും യാതനകളും തീർത്ത് സമാധാന അന്തരീക്ഷം നൽകണം അല്ലാ. ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. സലാമത്തിന്റെ വഴി തുറന്നു തരണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പെടുത്തല്ല റഹ്മാനെ. ജോലികളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണം അല്ലാ. നീ ഒരാളെയും നീ കട്ടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, നിന്റെ ഹിഫ്ള് ഹിമായത്ത് നൽകണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ഹിമ്മത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും ഞങ്ങൾ ആരെയും വഷളാക്കരുത് അല്ലാ. നിന്റെ റഹ്മത്ത് ബറക്കത്ത് ചൊരിഞ്ഞു തരണം അല്ലാ. അപകടങ്ങളിൽ പെടുത്തല്ല റഹ്മാനെ. മാരകമായ രോഗങ്ങൾ തരല്ല റഹ്മാനെ. അല്ലാഹുവേ, വീടുകളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, ഖൈറായ ഭവനം നൽകണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീട്ടാനുള്ള മാർഗം നൽകണം അല്ലാ. അല്ലാഹുവേ, പലിശയിൽ കിടന്ന് കുടുങ്ങി പ്രയാസപ്പെടുന്നവരുണ്ട്, മോചനം നൽകണം അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, വർഷങ്ങളോളമായി വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞിക്കാല് കാണാൻ കൊതിക്കുന്നവരുണ്ട്
ഉണ്ട്. അല്ലാ, അവരുടെ മനസ്സിന് സന്തോഷം നൽകണം റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഖാലിക്കായ റബ്ബേ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ക്യാൻസർ, കിഡ്നി വീക്ക്, ശരീരമാസകലം വേദനകൾ, തലവേദനകൾ, അലർജിയുടെ അസുഖങ്ങൾ, ചെറുതും വലുതുമായ രോഗങ്ങൾ. അല്ലാഹുവേ, എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണം അല്ലാ. ഷാഫിയായ റബ്ബേ, നീ ശമനം നൽകണം അല്ലാ. ഞങ്ങളെ ഇസ്സത്തിലാക്കണം റഹ്മാനെ. എല്ലാ ശർറുകളെ തൊട്ടും കാത്തു രക്ഷിക്കണം റഹ്മാനെ. നിന്റെ ഹിമായത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാ. യസ്സിർ സക്കറാത്തിൽ ലിയ തോമിതു ദീനൽ മുൻജിയ യാ മൻ ബഖി അൻഹാവിയ ഖിനി ദവാമയ അല്ലാഹി ആമൻ ദുഇ നീലാമിയ സിദ്ദീന തമ്മത് സല്ലിയ യൗമൻ ദുജല്ലിൽ മുൻജിയ ആമീന സല്ലിം യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.